ഗൈസ് വെൽക്കം ബാക്ക്. നമസ്കാരം. പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ഇടേണ്ട വന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ആ ഒരു ബ്രേക്കിംഗ് ന്യൂസ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കോബി മൈനുവിനെ കൊടുക്കാൻ പോവാണ്. എന്താണ് ഈ ഇനിയോസിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പുള്ളിക്കാരൻ പുതിയൊരു കോൺട്രാക്റ്റ് മുന്നിൽ വെച്ചു. അതെനിക്ക് തോന്നുന്നു സൈൻ ചെയ്യാൻ തയ്യാറായിട്ടില്ല. എനിക്ക് തോന്നുന്നു മൈനു ആവശ്യപ്പെടുന്നത് 200 പെർ വീക്ക് എങ്ങാനും വേണമെന്ന്, അങ്ങനെ എന്തോ ആണ് ന്യൂസ് ഞാൻ കണ്ടത്. അത് വേണമെന്നാണ് ചോദിക്കുന്നത്. അത് ഇച്ചിരി കൂടുതലാണ്. പക്ഷെങ്കിൽ അത് പറഞ്ഞ് ഇത് ചെയ്യാതെ പോകുന്നുണ്ട്, പോയിക്കോട്ടെ. ആ ഒരു തീരുമാനത്തിലെത്തേണ്ട ആവശ്യം എന്താണ്? പിന്നെ അതുമാത്രമല്ല, ഫസ്റ്റ് ഞാൻ എടുത്ത് പറയട്ടെ, എന്തുകൊണ്ടാണ് നമ്മൾ യുണൈറ്റഡിന് മാത്രം ഇങ്ങനെ ഈ FFP റൂൾസും 115 ചാർജസും മറ്റേതും മറിച്ചതും തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള, എന്തുകൊണ്ടാണ് യുണൈറ്റഡിന് മാത്രം എപ്പോൾ നോക്കിയാലും ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയാൽ അപ്പം തുടങ്ങും യുണൈറ്റഡിനുള്ള എല്ലാ മാതിരിയുള്ള പ്രശ്നങ്ങളും? ബാക്കി എത്ര ടീമുകളുണ്ട്, ആർക്കും ഇതുപോലത്തെ ഒരു പ്രശ്നമില്ല. ചെൽസിയൊക്കെ കഴിഞ്ഞ സീസണിൽ ഏതുമാതിരി സൈനിങ്സാണ് നടത്തിയത്. ഇതുവരെ അവർക്കെതിരെ ഒരു ഇൻവെസ്റ്റിഗേഷനോ ഒരു കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. സിറ്റിക്കെതിരെ ഉണ്ടായിട്ടില്ല. ഇനി അവന്മാരുടെ അടുത്തെല്ലാം ഇഷ്ടം പോലെ ക്യാഷ് ഉള്ളത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. ഇനിയോസ് എന്തിനാണ് ഈ ഇനിയോസ് വാങ്ങിയതെന്ന് ഒരു പിടുത്തമില്ല. ഞാൻ പല വീഡിയോസിലും ലൈവിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിലും നല്ലത് അവന്മാർ വാങ്ങാത്തതായിരുന്നു. ഒരു ഷെയർ വാങ്ങിയതാണെങ്കിലും ആ ഒരു പുതിയൊരു ഓണർ വന്നപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഈ ടീമിനെ ഒന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരും. ഇത് വന്ന് നോക്കുമ്പം അതിലും അബദ്ധമായിട്ട്, എന്താ പറയുക, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥ പോലെയാണുള്ളത്. അവന്മാരുടെ കയ്യിൽ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. എന്നിട്ട് ഉള്ള പ്ലെയേഴ്സിനെ തേച്ചും കൊടുക്കേണ്ട പ്ലെയേഴ്സിനെ കൊടുക്കാതെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയേഴ്സിനെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക. ലാസ്റ്റ് സീസണൊക്കെ നമ്മുടെ ഈ കോബി മൈനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാറ് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു ടെൻ ഹാഗിൻ്റെ അണ്ടറിൽ. ഈ സീസണിൽ പുള്ളി പിന്നെ അത്രത്തോളം എത്തിയില്ല. പിന്നെ ആ ഇഞ്ചുറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ട്. ബട്ട് ലാസ്റ്റ് മാച്ച് എല്ലാവരും കണ്ടതാണ്. വി ഹാവ് സീൻ ദാറ്റ് ഓൾഡ് മൈനു ഇൻ ദാറ്റ് ലിവർപൂൾ മാച്ച്. എന്നിട്ട് കൂടി ആ മാച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. അപ്പോഴത്തേക്കും തന്നെയാണ് അതും ആർക്കാണ്, ഫ്രണ്ട് റണ്ണേഴ്സായിട്ട് നമ്മുടെ ഭയങ്കര റൈവൽസ് ആയിട്ടുള്ള ചെൽസിയിലേക്ക് പോവാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ബട്ട് അത് ഇന്നലെയും ഇന്നും രാവിലെയൊക്കെ ആയിട്ടുള്ള ഒരു ന്യൂസായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഇപ്പോൾ ഈവനിങ് ആയിട്ട് ഒരു ന്യൂസ് ഞാൻ കണ്ടത്, അങ്ങനെ മൈനുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനോ യുണൈറ്റഡ് വിട്ടു പോകാനുള്ള ഒരു താല്പര്യവും ഇല്ല എന്നുള്ളൊരു ന്യൂസാണ് ലേറ്റസ്റ്റ് ആയിട്ട്. അതായത് ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ ഞാൻ സോഷ്യൽ മീഡിയ വഴി വായിച്ചതും അറിഞ്ഞതും അതാണ്. പിന്നെ അതുപോലെ ഭയങ്കര ന്യൂസായിരുന്നു. ഇന്നലെ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് അറിഞ്ഞത്. ഗർനാച്ചോ, മൈനു രണ്ടുപേരെയും കൊടുക്കുകയാണ്. ഇവിടെ എത്ര പ്ലേയേഴ്സിനെ ഇപ്പോൾ FFP റൂൾസും 115 ചാർജസും തേങ്ങ മാങ്ങയൊക്കെ വരട്ടെ, പ്ലേയേഴ്സിനെ വിൽക്കാത്തത് കൊണ്ടാണല്ലോ. എത്ര പേരുണ്ട് ഇവിടെ കൊടുക്കാൻ? റാഷ്ഫോർഡ്, കസമേറോ, എറിക്സൺ, സിറിക്സി, പിന്നെ മലാഷിയ, എത്ര പേരുണ്ട്? ഡാലോട്ട് ഇങ്ങനെ കിടക്കുകയല്ലേ. പക്ഷെ ആരും വാങ്ങാൻ വരുന്നില്ല, അത് സത്യമാണ്. എന്നാൽ പിന്നെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് വിടുക. അപ്പോൾ പിന്നെ നമുക്ക് ഒരു ഇതും ഇല്ലല്ലോ. അതൊന്നും ചെയ്യാൻ തയ്യാറാവാതെ നല്ല നല്ല പ്ലെയേഴ്സിനെ കൊടുത്ത് കുളം തോണ്ടുക എന്ന് പറയില്ല, അതിനുള്ള ഉദ്ദേശമാണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സംശയമുണ്ട്. എന്താ പറയുക, വേറെ എന്താണ് ഇതിനെക്കുറിച്ചിട്ട് പറയുക? ഒരു ഐഡിയയും കിട്ടുന്നില്ല. അത് നടക്കാതിരിക്കട്ടെ. സാധാരണ ഏതൊരു ട്രാൻസ്ഫർ റൂമറും ട്രാൻസ്ഫർ ന്യൂസും കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും, ഞാനടക്കം എല്ലാ യുണൈറ്റഡ് പ്ലേയേഴ്സും യുണൈറ്റഡ് ഫാൻസും പ്രാർത്ഥിക്കുക ചെയ്യുക, എങ്ങനെയെങ്കിലും അതൊന്നും നടന്ന് കിട്ടണേ. ബട്ട് ഈ കോബി മൈനൂടെ ഈ ഒരു കേട്ട ന്യൂസ് ഫേക്ക് ആവണേന്ന് അത്രത്തോളം പ്രാർത്ഥിക്കുകയാണ്. ലാസ്റ്റ് ടൈമിൽ കൂടി കിട്ടിയത് അത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. യുണൈറ്റഡ് വിട്ടു പോകാൻ താല്പര്യം ഇല്ല എന്നുള്ളൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ് ലാസ്റ്റ് വരെ കിട്ടിയിട്ടുള്ളത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ റാഷ്ഫോർഡിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു AC മിലാൻ. റാഷ്ഫോർഡിൻ്റെ ബ്രദറും റാഷ്ഫോർഡിൻ്റെ ഏജൻറ്റും രണ്ടുപേരും കൂടിയിട്ട് മിലാനിലേക്ക് പറക്കുകയാണ്. അപ്പോൾ മിലാനിലേക്ക് പറക്കുകയാണെങ്കിൽ അതൊരു നല്ല ഡീലായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം അവന് കുറേ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നു, പോകുന്നുമില്ല, അത് നടക്കുന്നില്ല. കുറേ റൂമേഴ്സ് മാത്രം വരിക എന്നല്ലാണ്ട്. ആദ്യം PSG വന്നു, പിന്നെ നാപ്പോളി വന്നു, പിന്നെ സൗദിയിലെ കുറച്ച് ക്ലബ്ബുകൾ വന്നു, ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് അത് AC മിലാൻ. അതെങ്കിലും നടന്നാൽ മതിയായിരുന്നു. കാരണം അവനൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ വേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വേജസ് ആണ്. അപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ.
പക്ഷേ എന്നിട്ട് ഞാൻ ഈ ചോദിക്കുന്നത് ഈ യുണൈറ്റഡിന് മാത്രം എന്തുകൊണ്ടാണ് ഈ FFP ചാർജസും ആ റൂൾസ് ഈ റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. പിന്നെ AC മിലാൻ വാങ്ങുന്നത് ഫുള്ളായിട്ടല്ല, എനിക്ക് തോന്നുന്നു ലോൺ ആയിരിക്കും, ലോൺ പ്ലസ് ബൈ ഓപ്ഷൻ, ആ ഒരു രീതിയിലാവാനാണ് സാധ്യത കൂടുതൽ എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. മിക്കവാറും എനിക്ക് തോന്നുന്നു അത് ഡീൽ ക്ലോസ് ആവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്, റാഷ്ഫോർഡ് ടു AC മിലാൻ. അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ, നമുക്ക് അത് തന്നെയാണ് വേണ്ടത്. ചങ്ങാ ഇങ്ങനെ നിന്നിട്ടൊരു കാര്യമില്ല, പോവുക അല്ലാണ്ട് കളിക്കാനും എനിക്കൊരു താല്പര്യമില്ല. പിന്നെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങിയെത്തുന്നത്? പോയി രക്ഷപ്പെടട്ടെ. സീരിയയിലാണെങ്കിൽ സീരിയ, അവിടെ ഇറ്റാലിയിൽ പോയിട്ട് AC മിലാനിൽ പോയിട്ട് രക്ഷപ്പെടണം തന്നെയാണ് ആഗ്രഹം, രക്ഷപ്പെട്ടു പോയിക്കോട്ടെ, അത് മാത്രമേ ഉള്ളൂ. ബട്ട് ഈ കോബി മൈനൂടെ അത് നടക്കാതിരിക്കട്ടെ. കോബി മൈനു ആയിക്കോട്ടെ, ഗർനാച്ചോ ആയിക്കോട്ടെ, രണ്ടുപേരും നിന്നോട്ടെ എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഗർനാച്ചോ വീണ്ടും ആ ഒരു നല്ല മെൻറ്റാലിറ്റിയിലേക്ക് വരും. കഴിഞ്ഞ കളിയൊക്കെ ലിവർപൂളിൻ്റെ കൂടെ കളിച്ചപ്പോൾ തോന്നിയത് അങ്ങനെയാണ്, മോശമില്ലാത്ത രീതിയിൽ നല്ല രീതിയിലേക്ക് തിരിച്ചു വരും തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സെറ്റാവുമായിരിക്കും. എന്തായാലും രക്ഷപ്പെടാൻ പറ്റട്ടെ എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബട്ട് ഈ കോബി മൈനൂടെ ഫേക്ക് ന്യൂസ് ആവട്ടെ, വീണ്ടും ഞാനത് എടുത്ത് പറയാണ്. അപ്പോൾ വീണ്ടും പുതിയ നല്ല ബ്രേക്കിംഗ് ന്യൂസുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ബൈ.